ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചസ് ആണ് കേട്ടോ. അപ്പം എവറി ബിഗിനർ ഷുഡ് നോ ദീസ്. ഈ ഒരു ബേസിക് സ്റ്റിച്ചസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനൊരു 80mm ഹുക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ആ വീഡിയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഹുക്ക് സൈസ് നോക്കാം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റിച്ചസ് ഒക്കെ മനസ്സിലായി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ കയ്യിലെ ഹുക്കും യാനും എങ്ങനെ ഹോൾഡ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു ഹുക്ക് എങ്ങനെ പിടിക്കണമെന്ന് വെച്ചാൽ ഓൾറെഡി ഇതിനൊരു പിടി പോലെ ഇവിടെ ഉണ്ടാകും. മിക്കതിനും ഇവിടെ ഇതേപോലെ ഒരു കട്ട് മാർക്ക് ഉണ്ടാകും. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു തമ്പ് ഇങ്ങനെയും അതേപോലെ നമ്മുടെ ഈ ഒരു ചൂണ്ടുവിരലും ഇതിൻ്റെ പുറകിലെ നമുക്ക് എപ്പോഴും എടുക്കാൻ പാകത്തിനും ഈ ഒരു മിഡിൽ ഫിംഗർ നമ്മൾ അതിനെ സപ്പോർട്ടായിട്ട് വേണം പിടിക്കുന്നത്. ഇങ്ങനെ പിടിക്കാം, നമ്മുടെ ഇഷ്ടം പോലെ. ഞാനത് ഹോൾഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ എനിക്ക് സ്റ്റിച്ചസ് ഇതേപോലെ ലൂപ്പൊക്കെ നമ്മുടെ ഹുക്കിനകത്തേക്ക് വരുമ്പം ഈ ഒരു ചൂണ്ടുവിരലുകൊണ്ട് എനിക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ പിടിക്കാറുള്ളത്. പിന്നെ നമ്മുടെ കംഫർട്ടാണ് ഇതിന് എക്സാക്റ്റ് നമ്മളിങ്ങനെ തന്നെ പിടിക്കണം അങ്ങനെ റൂൾ ഉണ്ടോ എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമുക്കത് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അറിയാത്തവരുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് കയ്യിൽ പിടിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് പല രീതിക്ക്, ഇപ്പം ചിലവർ ലൈക്ക് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് പിടിക്കുന്നവരുണ്ട്, പിന്നെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ ഹോൾഡ് ചെയ്യുന്നവരുണ്ട്, പിന്നെ ഇങ്ങനെയുണ്ട്. അങ്ങനെ ഒരുപാട് രീതിക്ക് നമുക്ക് ഈ ഒരു കയ്യിൽ ലെഫ്റ്റ് ഹാൻഡിലാണ് നമ്മൾ യാൺ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കംഫർട്ടും അതേപോലെ നമുക്ക് ഈ ഒരു രണ്ട് ഫിംഗർ കൊണ്ട് മാത്രം ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വേറെ എവിടെ ഈ നൂലിനെ സപ്പോർട്ട് ഇല്ലാതെ വരുന്ന സമയത്ത് അത് കൂടുതൽ ലൂസായിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കംഫർട്ട് പ്ലസ് നമ്മുടെ ആ ഒരു യാൻ്റെ ടൈറ്റ്നെസ് കൂടെ നോക്കിയിട്ട് ഞാൻ ഹോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത്, ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കും. ദെൻ ഈ ചൂണ്ടുവിരലിൻ്റെ അകത്തുകൂടെ ഇങ്ങനെയാണ് എടുക്കാറുള്ളത്. ഇങ്ങനെ ഞാൻ പിടിക്കുന്നു മാത്രം. നമ്മുടെ കംഫർട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പിടിക്കാം. അപ്പോൾ ബേസിക് ആയിട്ടൊക്കെ പഠിക്കുമ്പം ജസ്റ്റ് നമ്മൾ ഇതിങ്ങനെ തന്നെ ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് പ്രൊജക്ട്സ് ഒക്കെ എപ്പോഴും ശരിയാകണം എന്നൊന്നും നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. ബിക്കോസ് പതുക്കെ പതുക്കെ നമ്മൾ ചെയ്തല്ലേ പഠിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പോകെ പോകെ ചെയ്താണ് നമ്മുടെ കൈക്ക് ഇതൊക്കെ വഴക്കം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയ്യോ തെറ്റിപ്പോയി അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. തെറ്റിപ്പോകും, അത് നാച്ചുറലാണ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനലി ചെയ്യാൻ പറ്റും. ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് സ്ലിപ്പ് നോട്ട്. അപ്പം നമ്മളെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2 ഫിംഗേഴ്സ് ജസ്റ്റ്, ഇത് ഒരുപാട് രീതിക്ക് നമുക്ക് ചെയ്യാം. എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഈ 2 ഫിംഗേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. നമ്മുടെ യാൺ എടുത്തിട്ട് ഒരറ്റം നമ്മൾ കയ്യിൽ ഇതുപോലെ പിടിച്ചിട്ട് 2 ഫിംഗേഴ്സിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ദെൻ നമ്മൾ ഈ ചുറ്റിയ രണ്ടാമത്തെ അറ്റം ഇതേപോലെ ഇതിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടൊരു സ്ലിപ്പ് നോട്ട് ഇടാൻ പറ്റും. ഇനി ഇതിന് നമ്മൾ ഈ 2 അറ്റം പിടിച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ടൈറ്റ്നെസ്സിൽ നമുക്കിത് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഹുക്ക് ഇല്ലാതെ ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ 2 വിരലിൽ ഇങ്ങനെ ജസ്റ്റ് ചുറ്റി കൊടുക്കുക. ദെൻ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ആ രണ്ടാമത്തെ തലപ്പ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് സ്ലിപ്പ് നോട്ട് ഈസി ആയിട്ട് ഇടാൻ പറ്റും. നമ്മൾ ഈ ഒരു 2 അറ്റം ഇങ്ങനെ ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ അത് ടൈറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബേസിക് സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. മിക്ക പ്രൊജക്ട്സിലും നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടതാണ് ഈ സ്ലിപ്പ് നോട്ട്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് പഠിക്കുക. കണ്ടില്ലേ? അപ്പോൾ ഫസ്റ്റ് ഈ ഒരു സ്ലിപ്പ് നോട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇതേപോലെ അപ്പോൾ നമുക്കൊരു ഹോൾ ഇവിടെ വരും. അപ്പോൾ നമ്മുടെ ഹുക്ക് അതിൽ നിന്ന് ഊരിപ്പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് ചെയ്യുന്നത് ഈ ഹുക്കിനെ ഇങ്ങനെ ഒന്ന് ചുറ്റി, ഇതിനിവിടെ ഇങ്ങനെ ഒരു കൊളുത്ത് പോലെ ഉണ്ടല്ലോ, അപ്പം നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ചുറ്റി ആ കൊളുത്തിൽ അവിടെ ഒരു പിടുത്തം കൊടുക്കുക നമ്മുടെ നൂലിന്. എന്നിട്ട് അത് മെല്ലെ ഈ ഹോളിനുള്ളിൽ കൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. സിമ്പിളാണ്. ഇതാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമതൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ കൊളുത്തിൽ ഒന്ന് ലോക്ക് ചെയ്തിട്ട് ഞാൻ കൊളുത്തി പുറത്തേക്ക് എടുക്കുക. ഒന്നുകൂടെ ചെയ്ത് നോക്കാം. കണ്ടോ? അതേപോലെ നമ്മൾ ഈ ഹുക്ക് ഇങ്ങനെ തന്നെ പിടിക്കാൻ പാടുള്ളൂ, അത് വളയാനോ ചെരിയാനോ ഒന്നും പാടില്ല, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. നമ്മൾ ബലമൊന്നും പിടിക്കേണ്ട, ഫ്രീ ആയിട്ട് ചെയ്താൽ മതി. സിമ്പിളായിട്ട് അത് ആയി വരും കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിവിടെ കുറച്ച് ചെയിൻ സ്റ്റിച്ചസ് അതേപോലെ ചെയ്തിട്ടുണ്ട്.
ജസ്റ്റ് സിമ്പിളാണ്. ഇതേപോലെ ഈ ഒരു ഹുക്കിൽ ഇങ്ങനെ കൊളുത്തി കൊടുക്കുക, അത് പുള്ളി ചെയ്ത് ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് ഇടുക. ഓക്കെ, സ്റ്റിച്ചസ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തതിൻ്റെ പേര് സ്ലിപ്പ് നോട്ടാണ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. അപ്പോൾ ഓരോ സ്റ്റിച്ചസും പരിചയപ്പെടുന്ന സമയത്ത് അതിൻ്റെ പേര് നമ്മൾ എങ്ങനെയാണ് എഴുതുക. ചെയിൻ സ്റ്റിച്ചിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് CH എന്നുള്ള ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ അതേപോലെയുള്ള ഡിനോട്ടേഷനും കൂടെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു വർക്ക് ചെയ്തു, അപ്പോൾ നമ്മളൊരു റൗണ്ടൊക്കെ തുന്നിയെടുത്തു, അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ഒക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. സ്ലിപ്പ് സ്റ്റിച്ചസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ആ ഒരു എഡ്ജൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള, ഇപ്പോൾ ഒരു ബാസ്ക്കറ്റ് ഒക്കെ തുന്നുകയാണെങ്കിൽ അതിന് എഡ്ജസ് കംപ്ലീറ്റ് ചെയ്യണം, എഡ്ജ് അങ്ങനെയൊക്കെയുള്ള ഒരു സെനാരിയോയിലാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഓൾറെഡി നമ്മുടെ ഹുക്കിൽ ഇതേപോലൊരു ലൂപ്പ് വന്നിരിപ്പുണ്ടാകും, അവിടെ നിന്നാണ് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇത്രയും ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോകണം. ഈ ഒരു വന്ന വഴിക്ക് തന്നെ തിരിച്ച് ചെയ്ത് പോകാനാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു അടുത്ത ലൂപ്പ്, ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, മുടി പിന്നുന്ന പോലെ ഒരു ടെക്സ്ചർ ആയിരിക്കും ഇതിന് വരിക. അപ്പോൾ ഇതിനെല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഇവിടെ ഇങ്ങനെ മുഴുവൻ നമുക്ക് ഇവിടെയൊക്കെ ഒരുപാട് ഗ്യാപ്പ്, ഒരുപാട് ഹോൾസ് അവൈലബിൾ ആണ്. ഇത് കണ്ടോ. അപ്പോൾ ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ചിൽ വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവാണ് ഫസ്റ്റ്. എന്നിട്ട് ഈ ഒരു യാണിനെ ഇതേപോലെ ഹുക്ക് വെച്ച് വലിച്ചെടുത്ത് നിർത്താതെ നമ്മൾ ആ ഒരു രണ്ടാമത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കൂടെ കൊണ്ടുവന്ന് നമ്മൾ പുറത്തേക്ക് നിർത്തും. ഇങ്ങനെയാണ് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നത് സിംഗിൾ ക്രോഷേ എന്ന് പറഞ്ഞൊരു സ്റ്റിച്ചാണ്. സിംഗിൾ ക്രോഷേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇതേപോലെ ഒരു ലൂപ്പ് ഇവിടെ ഉണ്ടാകും. ആ ലൂപ്പിലേക്കാണ് നമ്മൾ സിംഗിൾ ക്രോഷേസ് ചെയ്യുന്നത്. സോ നമ്മൾ ചെയ്യേണ്ടത്, ഓൾറെഡി നമ്മുടെ ഹുക്കിൽ ഒരു ലൂപ്പ് ഉണ്ടാകും. അതുകൂടാതെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ആ ഒരു ലൂപ്പിലേക്ക് നമ്മൾ ഈ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നേരത്തെ പുള്ളി ചെയ്തതുപോലെ തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ നിർത്തുക. രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അത് നമ്മളുടെ സ്ലിപ്പ് സ്റ്റിച്ചായി പോകും. അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ നിർത്തുമ്പോൾ നമ്മുടെ ഹുക്കിൽ ഇപ്പോൾ 2 ലൂപ്പ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ഇതേപോലെ ഞാനിങ്ങനെ പുള്ളി ചെയ്തിട്ട് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. ഇതാണ് ഒരു സിംഗിൾ ക്രോഷേ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യാൻ പോകുന്നത്. ഹാഫ് ഡബിൾ ക്രോഷേ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് HDC എന്നുള്ള ലെറ്റേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മുടെ ഹുക്കിൽ ഒരു ലൂപ്പ് ഉണ്ടാകും. ഇനി നമ്മൾ ഇത് ഡയറക്റ്റ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാതെ ഫസ്റ്റ് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുക യാൺ നമ്മുടെ ഹുക്കിലേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ നമ്മുടെ ആ ഒരു എക്സിസ്റ്റിംഗ് ലൂപ്പിനകത്തേക്ക് പോയിട്ട് ഈ ഒരു യാണിനെ പുള്ളി ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഇവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നത്, നെക്സ്റ്റ് ഈ ഒരു യാൺ ഇതേപോലെ നമ്മൾ ഹുക്കിൽ കൊളുത്തിയെടുത്തിട്ട് ഈ 3 ലൂപ്പിൻ്റെയും കൂടെ ഉള്ളിൽ ഒന്നിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. കണ്ടോ, ഇതിൻ്റെ പേരാണ് ഹാഫ് ഡബിൾ ക്രോഷേ. ഇതേപോലെ തന്നെ നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യുകയാണ്. ഡബിൾ ക്രോഷേ ഡിനോട്ട് ചെയ്യുന്നത് DC എന്നുള്ള ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. ഡബിൾ ക്രോഷേ ചെയ്യുന്നത് നമ്മൾ ഇതേപോലെ ഞാൻ ഫസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ഇതേപോലെ എക്സിസ്റ്റിംഗ് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഒന്ന് വലിച്ചെടുത്ത് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തതുപോലെ തന്നെ, പക്ഷേ ഒരു വ്യത്യാസം, നമ്മൾ ഈ ഒരു 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഇതേപോലെ വലിച്ചുകൊണ്ട് വരാതെ ഫസ്റ്റത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ മാത്രം നമ്മളിത് പുറത്തേക്ക് പുള്ളി ചെയ്തെടുക്കുകയാണ്. ഫസ്റ്റത്തെ 2 എണ്ണത്തിലൂടെ മാത്രം. അപ്പോൾ ഓൾറെഡി നമ്മുടെ
കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണവും ഇപ്പോൾ വന്നതുകൂടെ 2 ആകും. 2 ലൂപ്പ് ഇവിടെ കിട്ടും. നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ഉള്ളിലൂടെ ഒന്നുകൂടെ നമ്മൾ ഈ ഒരു യാണിനെ പുള്ളി ചെയ്തെടുക്കും. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേരാണ് ഡബിൾ ക്രോഷ്യ. ഇനി നമ്മൾ ഒരെണ്ണം കൂടെ പരിചയപ്പെടാൻ പോകുന്നത് ട്രബിൾ ക്രോഷ്യാണ്. അതിന് നമ്മൾ ഓൾറെഡി നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തപ്പോൾ ഒരു ചുറ്റാണ് ചുറ്റിയതെങ്കിൽ രണ്ടാമതൊരു ചുറ്റൂടെ നമ്മൾ ചുറ്റിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ഫിംഗർ ഇതേപോലെ ഹോൾഡ് ചെയ്യാൻ പിടിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ കണ്ടോ, ഇങ്ങനെ അഴിഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ ലൂസായി പോകുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതിവിടെ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലൂപ്പിനകത്തേക്ക് പോയിട്ട് ഒരു പ്രാവശ്യം പുള്ള് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നില്ലേ, അപ്പം നമ്മുടെ ഹുക്കിൽ 4 ലൂപ്പ് നമുക്ക് കാണാം. 1 2 3 and 4. ഇനി നമ്മൾ ചെയ്യുന്നത് ഒന്നുകൂടെ യാൺ നമ്മൾ ചുറ്റിയെടുത്തിട്ട് ഫസ്റ്റത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പം നമുക്ക് ഓൾറെഡി 3 ലൂപ്പ് ഉണ്ടാവും. ഇനി നമ്മൾ അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഒന്നുകൂടെ ഇതേപോലെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കാവുള്ളൂ കേട്ടോ. ഒന്നുകൂടെ പുറത്തേക്ക് എടുത്തു. ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനി 2 ലൂപ്പ് കൂടെ ഇനി ബാക്കിയുണ്ടല്ലോ, അതിലൂടെ നമ്മൾ പുള്ള് ചെയ്ത് പുറത്തേക്ക് എടുക്കുകയാണ്. ഇതാണ് നമ്മളൊരു ട്രബിൾ ക്രോഷ്യ എന്ന് പറയുന്ന സ്റ്റിച്ച്. ഇനി നമ്മൾ ഡബിൾ ട്രബിൾ ക്രോഷ്യ എങ്ങനെയാണെന്ന് കൂടെ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ 2 ചുറ്റാണ് ചുറ്റിയതെങ്കിൽ ഇപ്രാവശ്യം 3 ചുറ്റാണ് ചുറ്റിയെടുക്കുന്നത്. നമ്മുടെ ഹുക്കിൽ 4 ലൂപ്പ് ഓൾറെഡി ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഇതേപോലെ പുതിയൊരു ലൂപ്പ് കൂടെ പുള്ള് ചെയ്തെടുത്തിട്ട് ഫസ്റ്റത്തെ 2 എണ്ണത്തിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരിക, പിന്നത്തെ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവരിക, നമുക്ക് ഓൾറെഡി പിന്നെയും 3 ലൂപ്പ് കൂടെ ഉണ്ട്, പിന്നെയും 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരിക, ആൻഡ് ലാസ്റ്റത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും കൊണ്ടുവരിക. ഇതാണൊരു ഡബിൾ ട്രബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. നമ്മൾ എത്രയൊക്കെ സ്റ്റിച്ചസ് പഠിച്ചു എന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. മാജിക് റിങ് നമ്മൾ ചെയ്യുമ്പം ഇതേപോലെ കയ്യിൽ എക്സ് പോലെ തന്നെ ചുറ്റി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു എൻഡ് വരുന്നത് ഇങ്ങനെയാണ് ഇടേണ്ടത്. ഈ ഒരു തലപ്പ് ഇങ്ങനെയും മറ്റേത് നമ്മുടെ കയ്യിൽ ബാക്കിലും ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ ഇതിനെ പുറത്തേക്ക് ഇതേപോലെ വലിക്കുകയാണ്. ഇത് തീർന്നിട്ടില്ല, ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ആ ഒരു നൂലിനെ ചുറ്റി അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കെട്ട് പോലെ വീഴും. ഇങ്ങനെയായിരിക്കും നമുക്ക് എന്നിട്ട് ഫൈനൽ കിട്ടുക. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം. മാജിക് റിങ് ചെയ്യുമ്പം നമ്മൾ കയ്യിലൊരു എക്സ് പോലെ ഇങ്ങനെ നമ്മുടെ നൂല് ചുറ്റി പിടിച്ചിട്ട് ഇതേപോലെ അകത്തുനിന്ന് ഈ ഒരു നൂലിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒന്നുകൂടെ അതിനെ ഇതിനകത്ത് കൂടെ ഒരു നോട്ടാക്കുകയാണ്. ഒരു കെട്ട് ഇവിടെ വീഴും. അത് കഴിഞ്ഞ് നമുക്ക് അതിൽ നിന്ന് കൈ വിടാം. പിന്നെ ചെയ്യുന്നത് ഈ ഒരു മാജിക് റിങ്ങിൽ ഒരുപാട് ടൈപ്പ്, ഇപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യ വെച്ച് മാജിക് റിങ് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡബിൾ ക്രോഷ്യ ആയിരിക്കും. അതൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റ് ഡിപ്പെൻസ് ആണ്. അപ്പം എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടുള്ള, അതാകുമ്പോൾ ഏറ്റവും ബേസിക് ആണല്ലോ, അപ്പോൾ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടുള്ള ഒരു മാജിക് റിങ് സർക്കിളാണ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമുക്കിങ്ങനെ ഒരു സർക്കിൾ ഇവിടെ കിട്ടിക്കഴിയുമ്പോൾ, ഈ ഒരു ലൂപ്പ് ഇവിടെ കിട്ടിക്കഴിയുമ്പം ജസ്റ്റ് നമുക്കതിന് ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു അറ്റം ചുറ്റിക്കിടക്കുന്ന ഒരു തലപ്പും ഇപ്പുറത്തൊരു സൈഡും ഉണ്ടാവുമല്ലോ, 2 സൈഡിൽ നമ്മൾ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കെട്ടുകൂടെ വരുന്ന രീതിക്ക് നമ്മൾ ഇതൊന്ന് പിടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇല്ലെങ്കിൽ ഇതൊന്നും വല്ലാതെ ഇങ്ങനെ എന്താ പറയുക ലൂസായി കിടന്നു കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത്
സിംഗിൾ ക്രോഷേ ആകുമ്പോൾ നമ്മൾ ഈ ഒരു നൂലിനകത്തേക്ക് സിംഗിൾ ക്രോഷേസ് ആണ് ചെയ്യുന്നത്. നമ്മൾ സിംഗിൾ ക്രോഷേ പഠിച്ചതുപോലെ ഇങ്ങനെ പുള്ളി ചെയ്തെടുത്തിട്ട് ഒന്നുകൂടെ നമ്മൾ ലൂപ്പ് ഇതേപോലെ ചുറ്റിയെടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ നമ്മൾ ചെയ്തു. അതേപോലെ നമ്മളുടെ ഇപ്പോൾ എക്സ് നമ്പർ ഓഫ് സിംഗിൾ ക്രോഷേസ് ആയിരിക്കും നമ്മൾ മാജിക് റിങ്ങിൽ ചെയ്യുന്നത്. ഇപ്പോൾ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം 6 ആവാം, 5 ആവാം, 6 ആവാം, അല്ലെങ്കിൽ അത് ഡിപ്പെൻസ്, നമ്മളുടെ പ്രൊജക്റ്റ് ഡിപ്പെൻസ് ആണ്. നമ്മൾ എന്ത് സാധനമാണോ ഉണ്ടാക്കാൻ പോകുന്നത് അത് ഡിപ്പെൻസ് ആണ്. അപ്പം ബേസിക് ആയിട്ട് ഇപ്പം ഞാനൊരു 6 എണ്ണമാണ് ഇവിടെ പറയുന്നത്. ഇപ്പം നമ്മൾ ഒരെണ്ണം ചെയ്തു ഓൾറെഡി. ഓക്കെ, അതുപോലെ നമ്മൾ 6 എണ്ണം ഈ മാജിക് റിങ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണം. അപ്പം നമ്മൾ ഓരോ സ്റ്റിച്ച് കഴിയുമ്പം ആ സ്റ്റിച്ചിൻ്റെ എൻഡിലേക്ക് നമ്മൾ പിടിക്കണം. അങ്ങനെ പിടിക്കുകയാണെങ്കിലുള്ള ഉപകാരം എന്ന് വെച്ചാൽ നമുക്കിത് ലൂസായി കിടക്കാതെ നമ്മുടെ സ്റ്റിച്ചസ് കറക്റ്റ് ടൈറ്റായി പൊയ്ക്കോളൂ. അപ്പം നമുക്ക് എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യാണ്. 2, പിന്നെ നമ്മൾ ഇതുണ്ടോ നീക്കി ഇങ്ങനെ പിടിക്കണം നമ്മൾ പോകുന്നതിന്. അപ്പം അത് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, ലൂസായി പോകാതെ നമ്മുടെ സ്റ്റിച്ചസ് കിട്ടും. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഉള്ളിലൂടെ ഇതിങ്ങനെ പുള്ളി ചെയ്തെടുത്തിട്ട് ഒന്നുകൂടെ ചെയ്യണം. അപ്പം നമ്മൾ അയ്യോ ഇത് ലൂസായി പോലോ, അല്ലെങ്കിൽ ആ സ്റ്റിച്ചസ് കാണാൻ ഭംഗിയില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പതുക്കെ പതുക്കെ അതൊക്കെ പഠിക്കുള്ളൂ കേട്ടോ. അപ്പം ഇതിപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുമല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നില്ലെങ്കിൽ ലൂസായി പോയാലും ഒന്നും ഒരു കുഴപ്പമില്ല. കീപ് ട്രൈയിങ്, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി അടുത്തൊരു സിംഗിൾ ക്രോഷയാണ് ഇതേപോലെ. അപ്പം നമ്മൾ എത്ര എണ്ണമായെന്ന് വെച്ചാൽ നമുക്ക് ഓക്കെ. ഇപ്പം നമ്മൾ സ്റ്റിച്ചസ് ഇതിന് ഞാനൊന്ന് പുറത്തേക്ക് എടുത്തിടുന്നുണ്ട് കേട്ടോ, കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അത് അവിടെ കിടന്നെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മളെടുത്ത് പുറത്തേക്ക് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമുക്ക് കംഫർട്ട് അനുസരിച്ച് ഇപ്പം നമുക്ക് ആദ്യമേ ഇത് പുറത്തേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ മെസ്സി പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു എൻഡിനെ ഇങ്ങോട്ട് പിടിച്ചിടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്ലീൻ ആയിട്ടുള്ള ലുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുടി പിന്നിയതുപോലെ ഇങ്ങനെ വരും. ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റിച്ചിലും തന്നെ നമുക്ക് അങ്ങനെയാണ് ഒരു ലുക്ക് കിട്ടുക, ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പിന്നലിൻ്റെ കണക്കാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം മറന്നുപോയി എത്ര സ്റ്റിച്ചസ് എടുത്തു വന്നു. അപ്പോൾ അത് നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഈ ഒരു ലാസ്റ്റ് നമ്മുടെ ഹുക്ക് ഇരിക്കുന്നത് നോക്കണ്ട, ആ ഒരു ലൂപ്പ് നമ്മൾ നോക്കണ്ട. അത് കഴിഞ്ഞ് അതിൻ്റെ പുറകിലുള്ളത് തൊട്ട് നമുക്കൊന്ന് എണ്ണി നോക്കാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതാ 1, 2 സൈഡ് എണ്ണേണ്ട ആവശ്യമില്ല, വേണേലും നോക്കാം, അല്ലെങ്കിൽ ഒരു സൈഡ് എണ്ണിയാലും മതി. അങ്ങനെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതാ 1, 2, 3, 4. ഓക്കെ, 4 സിംഗിൾ ക്രോഷേ നമ്മളിവിടെ ചെയ്തു. ഞാൻ പറഞ്ഞത് 6 എണ്ണം ചെയ്യണമെന്നല്ലേ, നമുക്ക് 2 എണ്ണം കൂടി ഇതിനകത്ത് വേണം. ഓക്കെ, അപ്പോൾ സിംഗിൾ ക്രോഷേ നിങ്ങൾ പഠിച്ച് കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഇവിടെ റിപ്പീറ്റാണ്. സിംഗിൾ ക്രോഷേസ് 6 എണ്ണം ചെയ്തു നമ്മൾ. ഓക്കെ, ഇനി നമ്മൾ നോക്കിയപ്പം കംപ്ലീറ്റ് നമ്മുടെ സ്റ്റിച്ചസിൻ്റെ എണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നു മാജിക് റിങ്ങിൻ്റെ ഒരു മാജിക് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അറ്റം ഉണ്ടല്ലോ, ഇതിൽ പിടിച്ച് നമ്മൾ വലിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ ഒരു സർക്കിൾ ക്ലോസ് ആവും. അപ്പോൾ നമുക്കിവിടെ കുറച്ച് നൂലിങ്ങനെ ബാക്കി വന്ന് കിടപ്പുണ്ടല്ലോ. അപ്പം നമ്മൾ ഫസ്റ്റ് മാജിക് റിങ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് വലുതായി പോയാലും ഒട്ടും പേടിക്കണം, നമുക്കിത് പുള്ള് ചെയ്യുമ്പോൾ ഇതിങ്ങ് പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻഡിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് കൈ പിടിച്ച് കൊടുക്കുക. ഒരുപാട് ടൈറ്റ് ആയിട്ടല്ല, ജസ്റ്റ് ഒന്ന് ഒരു ഉറപ്പിന് വേണ്ടി മാത്രം ഇവിടെ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ ഈ ഒരു നൂലിങ്ങനെ പുറത്തേക്ക് വലിക്കുമ്പോൾ നമ്മുടെ മാജിക് റിങ് ഇവിടെ ക്ലോസ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാം. ഇതുണ്ടല്ലേ, ആ നൂലെല്ലാം പുറത്തേക്ക് പോയിട്ട് അത് ക്ലീൻ ആയിട്ട് സർക്കിളായി വന്നിട്ടുണ്ട്. ഇനി ഈ സർക്കിൾ നമ്മൾ എങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച്, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു നൂലിനെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ഇതെങ്ങനെ ക്ലോസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 2 പിന്നൽ പോലെ കിടക്കുന്നുണ്ടോ നമ്മുടെ ഫസ്റ്റത്തെ മാജിക് റിങ്, നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഹുക്കൊന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് അതിൻ്റെ 2ൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒന്ന് പുള്ളി ചെയ്തെടുത്തിട്ട് ഈ ഒരു എക്സിസ്റ്റിംഗ് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും പുള്ളി ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാജിക് റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഇതാണ് നമ്മുടെ നല്ല വശം എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറകുവശം വരുന്നത് ചീത്ത വശമാണ്. നമ്മൾ അകത്തേക്കോ അല്ലെങ്കിൽ അകംവശമൊക്കെ വരുന്നതാണ് പുറകുവശം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു നൂല് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ വൃത്തിയായിരുന്നു. അപ്പോൾ അതിനെ മെല്ലെ ഒന്ന് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുള്ളി ചെയ്ത് അകത്തേക്ക് എടുത്തിടുവാണ് കേട്ടോ. വെറുതെ അകത്തേക്ക് വലിച്ചിട്ടു എന്ന് മാത്രം. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവനെ അപ്പുറത്തെ സൈഡിലേക്ക് ഇടാണെങ്കിൽ അത് അകത്തേക്ക് വയ്ക്കുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മാജിക് റിങ് എന്ന് പറയുന്നത്.
അപ്പോൾ ഓരോ ദിവസം നമ്മൾ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓരോ ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ ഉണ്ടാവും. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പറഞ്ഞിട്ടുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റിച്ചസ് വെച്ച് തന്നെ നമുക്ക് അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കാണാൻ മറക്കരുത്. ഇപ്പോൾ നമുക്കൊരു ഇച്ചിരി ടൈമൊക്കെ കിട്ടുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു ചെറിയ ഹോബി ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഐഡിയ ആണ് നമുക്ക് ക്രോഷിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇന്നെന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഫോളോ അപ്പ് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ സ്റ്റിച്ചസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണം നമ്മുടെ വീഡിയോസിന്, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ നിങ്ങളിൽ എന്താണ് മനസ്സിലാക്കിയത്, ഇതിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും സ്റ്റിച്ചസ് നിങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്തിട്ട് വീട്ടിൽ പഠിക്കുക. പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഷ് ചെയ്യാനൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്കൊന്നെങ്കിൽ ഇതേപോലെ ആക്രിലിക് ചെയ്യാൻ വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ അല്ലെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ പറ്റിയ പോലത്തെ ചെറിയ ഒരു 10 രൂപ 15 രൂപ റേറ്റിലുള്ള യാൻസ് ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് ക്യാഷ് മുടക്കി നമ്മളിത് പഠിച്ചിട്ട് ചെയ്യാമെന്ന് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ബേസിക് ആയിട്ടുള്ള യാൻസിൽ നിന്ന് ട്രൈ ചെയ്യുക. and നമ്മൾ അതിൽ നല്ലപോലെ ഒന്ന് ഡെവലപ്പ് ആയതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് ക്യാഷ് മുടക്കിയിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള യാനിൽ ചെയ്തു തുടങ്ങിയാൽ മതി നമ്മുടെ പ്രൊജക്ട്സ്. അപ്പോൾ ഞാനും സ്റ്റാർട്ടിങ് അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു യാൻസ് വെച്ചിട്ട് ഞാൻ ബേസിക് സ്റ്റിച്ചസ്, അതേപോലെ ഓരോ പ്രൊജക്ട്സ് ഞാൻ ചെയ്യുന്ന സമയത്ത് നല്ല യാൻസ് യൂസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു യാൻ വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. അങ്ങനെ അതിൽ പഠിച്ചതിന് ശേഷമാണ് ഞാൻ അതെല്ലാം ഇതിനകത്തേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബേസിക് ആയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ. പക്ഷേ എൻ്റെ ഒരു സജഷൻ അതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഈസി ആയിട്ടൊന്നും വരില്ല. ഒരുപാട് ഡിഫിക്കൽട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊന്നും വരണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളത് ചിലപ്പോൾ റീയൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവാണ്. നമ്മളത് ചിലപ്പം വെറുതെ കളയുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നഷ്ടം വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ യാൻസ് യൂസ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ബേസിക്സ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചിരുന്നു. നമുക്ക് അടുത്ത ദിവസം മുതൽ ട്യൂട്ടോറിയൽസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം വീഡിയോസ് കണ്ടിട്ട് പോകുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെച്ചേക്കൂട്ടോ. അപ്പോൾ വരുന്ന ദിവസങ്ങളിലുള്ള വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നെന്തായാലും ഇത്രേ ഉള്ളൂ. ബൈ ബൈ.